ഇത്തവണ നിങ്ങൾ LDF-നാണോ വോട്ട് ചെയ്യുന്നത്, അതോ UDF-നോ, അതോ NDA-ക്കോ? പറയും. നിങ്ങൾ ഉത്തരം പറയുമ്പോഴേക്കും നാട്ടുകാർ എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അത് LDF വരും. UDF തന്നെയാണ് അധികാരത്തിൽ വരാണ്. BJP വരണം. ഈ ഭരിക്കുന്നവർ ഇനി വരണ്ട, BJPക്ക് വേണ്ട. ആഹാ, കൊള്ളാലോ, എല്ലാവർക്കും അഭിപ്രായമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരൊറ്റ ചോദ്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങളൊരു പാർട്ടിക്കോ മുന്നണിക്കോ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാ പാർട്ടി? വൈ? വ്യക്തവും ശക്തവുമായ ഡേറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള റീസൺസ് നിങ്ങൾ പറ. അങ്ങനെ ഒരു ഉത്തരം നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ അതിലും വലിയ തോൽവി വേറെ ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോ ഉപയോഗിക്കുന്ന വണ്ടി വാങ്ങിച്ചപ്പോ കുറെ നിങ്ങൾ ചിന്തിച്ചില്ലേ? ഏതാ കമ്പനി, പെട്രോൾ ആണോ ഡീസൽ ആണോ, മൈലേജ് എത്രയുണ്ട്, ഏതാ കളറ്, സർവീസ് എങ്ങനെയുണ്ട്? അങ്ങനെ ദിവസങ്ങളോളം റിസർച്ച് നടത്തി കുറെ ഡേറ്റ എല്ലാം നോക്കി പല ആൾക്കാരോടും അഭിപ്രായം എടുത്ത് വൈ ക്ലിയർ ആയപ്പോഴല്ലേ നിങ്ങൾ ശരിക്കും വാങ്ങിയത്. അതായത് ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ വൈ കൃത്യമായി ആലോചിക്കാറുണ്ട്, ഡേറ്റ നോക്കാറുണ്ട്. പക്ഷേ വോട്ട് ചെയ്യാൻ പോകുമ്പോഴോ പലരും ഇത് ചെയ്യുന്നില്ല. ഓ, ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാര് മുതൽ കോൺഗ്രസ് ആണേ, ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം. ഈ പാട്ടിട്ട റീല് കണ്ടപ്പോ എനിക്ക് രോമാഞ്ചം വന്നു. കമ്മ്യൂണിസ്റ്റ് ശരിക്കും പവറാണ്. പള്ളിയിൽ കഴിഞ്ഞ ദിവസം അയാൾക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ഓ, കഴിഞ്ഞ 5-10 വർഷം അവന്മാര് ഭരിച്ചില്ലേ, ഇനി അടുത്തത് മറ്റവന്മാരൊന്ന് ഭരിക്കട്ടെ, ഒന്ന് മാറ്റിക്കുത്തിയേക്കാം. ഇങ്ങനെ പലപ്പോഴും വ്യക്തമായ അറിവൊന്നുമില്ലാതെ, ബേസ്ലെസ് ബയസ് കാരണം, പൊള്ളയായ മുൻവിധികൾ കാരണം, നിഷ്പക്ഷമായ ഡേറ്റ നോക്കാതെയാണ് പലരും ഇന്ന് വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വോട്ട് തീരുമാനിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ഇങ്ങനെ വോട്ട് ചെയ്താൽ ജനാധിപത്യം ശരിക്കും മരണപ്പെടും. ഇനി വെറും ബയസ് കാരണമോ വേറെ ആരുടെയോ തീരുമാനങ്ങൾ ബേസ് ചെയ്തിട്ടോ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിന് അടിമപ്പെട്ടോ അല്ലാതെ സ്വന്തം തിരിച്ചറിവിൽ നിന്ന് മാത്രം വോട്ട് ചെയ്യുള്ളൂ എന്ന ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾ എത്താം. അതാണ് ശരി, അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, എങ്ങനെയാണ് അപ്പോ ശരിയായ രീതിയിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുക? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എന്നെ ആശാൻ എന്നല്ലേ വിളിക്കാറ്. ഒരു സിമ്പിൾ 6 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് കോൺഷ്യസ് ആയ, റിസർച്ച് ബാക്ക്ഡ് ആയ, വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു വോട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു അതിശക്തം വോട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ന്യൂ ജനറേഷന്റെ ന്യൂ കേരളമാകണം. അപ്പൊ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. Name is Shari Shamsuddin. This time, let's do an Adishaktam vote. അപ്പൊ പറഞ്ഞതുപോലെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന ഡിസിഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്രെയിംവർക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് ഹൈ ലെവലിൽ തന്നെ ഒരു ക്ലാരിറ്റി ഞാൻ പെട്ടെന്ന് തരാം. നമ്മൾ തീരുമാനം എടുക്കേണ്ടത് പെർഫോമൻസും ഡേറ്റയും ടീമും ഒക്കെ നോക്കി ഏത് പാർട്ടി അല്ലെങ്കിൽ മുന്നണിയാണ് നമ്മളുടെ സ്റ്റേറ്റ് ലെവൽ പ്രിഫറൻസ് എന്നുള്ളതാണ്. അതായത് സംസ്ഥാനം ആര് ഭരിക്കണം എന്ന സ്ട്രോങ് അഭിപ്രായത്തിലേക്ക് ആദ്യം നമ്മൾ എത്തണം. എന്നിട്ട് ആ പാർട്ടിയിലോ മുന്നണിയിലോ ഉള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ, അതായത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ട് കൊടുക്കണം. ഇതിന്റെ റീസൺസ് ശരിക്കും സിമ്പിൾ ആണ്. സ്റ്റേറ്റ് ഇലക്ഷന്റെ പ്രൈമറി പർപ്പസ് തന്നെ സംസ്ഥാനത്തിന്റെ ഗവർണൻസ് തീരുമാനിക്കലാണ്. ആര് ഭരിക്കും, എന്തൊക്കെ പോളിസീസ് വരും, ബഡ്ജറ്റ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യും, ഇതൊക്കെ ഭരണത്തിൽ വരുന്ന മുന്നണിയാണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽ MLA അല്ല. ഓൾസോ പവറിലുള്ള പാർട്ടിയുടെ MLA ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ കഴിയും. ഒപ്പോസിഷനിലാണെങ്കിൽ ആ സെയിം MLAക്ക് കുറച്ചെങ്കിലും ഫ്രിക്ഷൻ നേരിടേണ്ടി വരും. അപ്പോൾ ഇത് ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ 6 സ്റ്റെപ്പ് ഫ്രെയിംവർക്കിലേക്ക് നോക്കാം. ആദ്യത്തെ 3 സ്റ്റെപ്സിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കും, നിങ്ങളുടെ ഐഡിയോളജി, നിങ്ങളുടെ പ്രയോറിറ്റീസ്, നിങ്ങളുടെ വാല്യൂസ്. ബാക്കി 3 സ്റ്റെപ്സിൽ നിങ്ങൾ അവരെ ഇവാലുവേറ്റ് ചെയ്യും, അവരുടെ പെർഫോമൻസ്, പ്രോമിസസ്, അവരുടെ ടീം. ഈ 6 സ്റ്റെപ്സ് കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി അറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. ഓക്കെ ആണല്ലോ? ചിലപ്പോൾ ഈ പ്രോസസ്സ് കഴിയുമ്പോൾ ഒരു പാർട്ടിയും നിങ്ങളുടെ വോട്ട് ഡിസർവ് ചെയ്യുന്നില്ല എന്ന ഉത്തരത്തിലേക്കും ചിലപ്പോൾ നിങ്ങൾ എത്തിയേക്കാം. അതിലും ഒരു കുഴപ്പവുമില്ല, അതും ഒരു ഇൻഫോംഡ് വോട്ട് തന്നെയാണ്. അങ്ങനെയുള്ളവർ എങ്ങനെ വോട്ട് ചെയ്യണമെന്നും ഫ്രെയിംവർക്കിന്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ 6 സ്റ്റെപ്പ് ഫ്രെയിംവർക്കിലേക്ക് കടക്കാം. സ്റ്റെപ്പ് നമ്പർ 1 നോക്കാം. സ്റ്റെപ്പ് 1, ഐഡന്റിഫൈ യുവർ പൊളിറ്റിക്കൽ ഐഡിയോളജി. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കണ്ടെത്തുക. ശരിക്കും നിങ്ങൾ ആരായെന്ന് സ്വയം അറിയാതെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്നാൽ മാത്രമേ ഇന്ന് നാട്ടിലുള്ള പല മുന്നണികളിൽ ആരുമായാണ് നിങ്ങൾക്ക് ഐഡിയോളജിക്കലി യോജിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കണ്ടെത്താൻ 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഉത്തരം ഉടനെ കിട്ടുന്നില്ല എങ്കിൽ കുറച്ചൊന്ന് ആലോചിച്ച് അറിയുന്നവരോട് ചർച്ചകളൊക്കെ നടത്തിയിട്ട് മാത്രം ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോദ്യം നമ്പർ 1, നമ്മുടെ നാടിന്റെ എക്കണോമി എങ്ങനെയാണ് നടത്തേണ്ടത്? അതായത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, എക്കണോമി ആരാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഗവൺമെന്റ് നടത്തണമെന്നാണോ, അതോ പ്രൈവറ്റ് സെക്ടർ നടത്തണമെന്നാണോ, അതോ രണ്ടുപേരും ചേർന്ന് നടത്തണമെന്നാണോ?
ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഗവൺമെന്റ് എക്കണോമിയെ കൺട്രോൾ ചെയ്യുമ്പോൾ പൈസ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം കോൺസെൻട്രേറ്റ് ആകുന്നത് തടയാൻ പറ്റും. എല്ലാവർക്കും ബേസിക് സർവീസസ് അഫോർഡബിൾ ആയോ ഫ്രീ ആയോ കിട്ടുമെന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. പക്ഷേ ബ്യൂറോക്രസി കൂടും, സ്ലോ ആകും, ഇൻഎഫിഷ്യന്റ് ആകും, ഇന്നോവേഷൻ കുറയും. അതാണ് അതിന്റെ പ്രശ്നങ്ങൾ. എന്നാൽ നീ പ്രൈവറ്റ് സെക്ടറിന് ഫ്രീഡം കൊടുത്താലോ എഫിഷ്യൻസി വരും, ഇന്നോവേഷൻ വരും, ഓപ്ഷൻസും കൂടും. പക്ഷേ വെൽത്ത് കോൺസെൻട്രേറ്റ് ആകും. റിച്ച് കൂടുതൽ റിച്ച് ആകും. റൂറൽ ഏരിയയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തുടങ്ങില്ല. അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ ആവശ്യങ്ങൾ ഇഗ്നോർ ചെയ്യപ്പെടും. അപ്പോൾ സിമ്പിൾ ആയി പറയാനാണെങ്കിൽ ഗവൺമെന്റ് എക്കണോമി നടത്തിയാൽ ഇക്വാലിറ്റി കൂടും, പക്ഷേ എഫിഷ്യൻസി കുറയും. പ്രൈവറ്റ് സെക്ടർ നടത്തിയാൽ എഫിഷ്യൻസി കൂടും, പക്ഷേ ഇക്വാലിറ്റി കുറയും. ഒരു റിയൽ എക്സാമ്പിൾ തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാകും. 1991 മുൻപ് ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു എക്കണോമിയുടെ മെയിൻ കൺട്രോൾ. കാർ വാങ്ങണമെങ്കിൽ മാരുതി 800 അല്ലെങ്കിൽ അംബാസഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോൺ വേണമെങ്കിൽ മാസങ്ങളോളം വെയിറ്റ് ചെയ്യണം. ബിസിനസ് തുടങ്ങണമെങ്കിൽ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. ലൈസൻസ് രാജ് എന്നാണ് അന്ന് അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചോയ്സും എഫിഷ്യൻസിയും കുറവായിരുന്നു, പക്ഷേ വെൽത്ത് ഇന്നത്തെ പോലെ കോൺസെൻട്രേറ്റഡ് ആയിരുന്നില്ല. ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് 1% ആൾക്കാരുടെ കയ്യിൽ നാടിന്റെ 40% വെൽത്ത് ഉണ്ട്. എന്നാൽ 1991 ശേഷം പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ കൺട്രോൾ കിട്ടി. ഓപ്ഷൻസ് വന്നു, എഫിഷ്യൻസി കൂടി. നമ്മൾ കാണുന്നുണ്ടല്ലേ, പല കാര്യങ്ങളും ബെറ്റർ ആയി വരുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി സർവീസസ് പതിയെ അൺഅഫോർഡബിൾ ആയി, ഇനീക്വാലിറ്റി കൂടി നാട്ടിലെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ലോജിക്കും എക്സാമ്പിൾസും എല്ലാം കേട്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് ആൻസർ പറയാൻ സിമ്പിൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെയും ആൻസർ പറയാൻ ഇനിയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സഹായം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ദാ ഈ സ്ക്രീനിൽ കാണുന്ന സ്കെയിൽ നിങ്ങൾ കാണുന്നില്ലേ? ഒരറ്റത്ത് ഗവൺമെന്റ് എക്കണോമി ഫുള്ള് കൺട്രോൾ ചെയ്യണമെന്നാണ്, മറ്റേ അറ്റത്ത് പ്രൈവറ്റ് സെക്ടർ ഫുൾ കൺട്രോൾ ചെയ്യണമെന്നാണ്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ സ്കെയിലിൽ എവിടെയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏതെങ്കിലും അറ്റത്താണോ, അതോ സെന്ററിലാണോ, അതോ സെന്ററിനും ഏതെങ്കിലും അറ്റത്തിനും ഇടയിലാണോ? എല്ലാം പോസിബിൾ ആണ്. ഓൾസോ ഒരു ശരി ഉത്തരമോ തെറ്റുത്തരമോ ഇല്ല, നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് മാത്രമാണ്. അപ്പൊ ഈ ഒരു എക്സർസൈസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് സമയമെടുത്ത് ചെയ്തോ. ഇതിന്റെ ഉത്തരം കിട്ടൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 2. മതത്തിനും സമുദായത്തിനും ഭരണത്തിൽ എത്ര സ്വാധീനം ഉണ്ടാകണം? അതായത് ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതിയിട്ടുള്ള കാര്യവുമാണ്. പക്ഷേ പ്രാക്ടിക്കലായി മതത്തിനും സമുദായത്തിനും ഭരണത്തിൽ എത്ര റോൾ ഉണ്ടാകണം എന്നതിൽ പല അഭിപ്രായങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ ചോദ്യത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഒരറ്റത്ത് ഇവിടെ നിങ്ങൾക്ക് ഉത്തരം തരാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ആക്സിസ് എടുക്കാം, ഒരു സ്കെയിൽ എടുക്കാം. ഒരറ്റത്ത് മതത്തിനും സമുദായത്തിനും ഭരണത്തിൽ ഒരു സ്വാധീനവും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട്. സർക്കാർ പൂർണ്ണമായും ന്യൂട്രൽ ആയിരിക്കണമെന്ന്. ഫ്രാൻസ് ഒരു നല്ല എക്സാമ്പിൾ ആണ്. അവിടെ ഗവൺമെന്റ് എംപ്ലോയീസിന് ഡ്യൂട്ടി ചെയ്യുമ്പോൾ റിലീജിയസ് സിംബൽസ് ധരിക്കാൻ പോലും പാടില്ല. മറ്റേ അറ്റത്ത് ഭൂരിപക്ഷ മതത്തിന്റെയും സംസ്കാരത്തിന്റെയും വാല്യൂസ് ഭരണത്തിന്റെ അടിസ്ഥാനമാകണം എന്നുള്ള നിലപാടാണ്. സൗദി അറേബ്യ ഇതിന്റെ ഒരു എക്സ്ട്രീം എക്സാമ്പിൾ ആണ്. നമ്മുടെ നാട്ടിലെ റിയാലിറ്റി ഈ രണ്ട് എക്സ്ട്രീമുകളുമല്ല, ഇടയിൽ പല പൊസിഷനുകൾ ഉണ്ട്. അതിൽ എവിടെയോ ആണ് ഇന്ന് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ സർക്കാർ ശരിക്കും സെക്യുലർ ആണ്, പക്ഷേ സമുദായ ഗ്രൂപ്പുകളുടെ ആവശ്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നുമുണ്ട്. മൈനോറിറ്റി വെൽഫെയർ സ്കീംസ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷനുകൾ, മതപര സ്ഥാപനങ്ങൾക്ക് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ പ്രസന്റ് സിസ്റ്റം ലാർജ്ലി ഇങ്ങനെയാണ്. എന്നാൽ ഇവിടെ വേറെയും ഒരു പൊസിഷൻ ഉണ്ട്. ഭൂരിപക്ഷ സംസ്കാരത്തിന്റെ ഐഡന്റിറ്റി ആക്റ്റീവ്ലി പ്രൊമോട്ട് ചെയ്യപ്പെടണം, ഭരണത്തിൽ ആ വാല്യൂസ് റിഫ്ലക്ട് ആകണം എന്ന് പറയുന്ന കൾച്ചറൽ നാഷണലിസം എന്നറിയപ്പെടുന്ന ഐഡിയോളജി. അപ്പോൾ നിങ്ങൾ ഇതിൽ എവിടെയാണ്? അമ്പലത്തിനും ചർച്ചിനും മോസ്കിനും സർക്കാർ സ്ഥലം കൊടുക്കണോ? മതപരമായ ഉത്സവങ്ങൾക്ക് സർക്കാർ പണം ചെലവാക്കണമോ? നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ മതപരമായ വികാരങ്ങൾ കൺസിഡർ ചെയ്യണമോ? അതോ സർക്കാർ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണമോ? പൂർണ്ണമായി മാറി നിൽക്കണമോ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഈ സ്കെയിലിൽ എവിടെയാണുള്ളത് എന്ന്. അപ്പൊ ഈ സ്കെയിലിലും നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. അവിടെയാണ് ഈ ചോദ്യം നമ്പർ 2 നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. അങ്ങനെ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരമാകുമ്പോൾ അതാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി, ഇല്ലേ? രാഷ്ട്രീയ നിലപാട് നിങ്ങളുടെ എന്താണെന്നുള്ളത് വ്യക്തമായി നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അറിവാണ് മുന്നിലേക്കുള്ള എല്ലാ സ്റ്റെപ്സിലും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ നാട്ടിലെ മുന്നണികളുടെ ഐഡിയോളജി മനസ്സിലാക്കി നിങ്ങളുടേത് ഏതുമായാണ് മാച്ചിങ് എന്ന് നമ്മൾ കണ്ടെത്തണം. ഒരു കാര്യം കൂടി ഇവിടെ പറയാം. നിങ്ങൾ ന്യൂസിലും സോഷ്യൽ മീഡിയയിലും ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ്, സെന്റർ എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് അതുകൂടി മനസ്സിലാക്കൽ വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ ചോദ്യമായ എക്കണോമിയുടെ സ്കെയിലിൽ ഗവൺമെന്റ് കൺട്രോളിന്റെ അടുത്തുള്ളവർ ലെഫ്റ്റ് ആണ്, പ്രൈവറ്റ് സെക്ടറിന്റെ അടുത്തുള്ളവർ റൈറ്റ് ആണ്.
ഇടയിലുള്ളവർ സെന്റർ ആണ്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്കെയിൽ ആണല്ലോ. സ്ട്രിക്ട്ലി സെന്റർ തന്നെ ആകണം, ലെഫ്റ്റ് തന്നെ ആകണം എന്ന് നിയമമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഐഡിയോളജി വെച്ച് സ്കെയിലിൽ എവിടെയാണോ അത് വെച്ച് സെന്റർ ലെഫ്റ്റ്, സെന്റർ റൈറ്റ് എന്നൊക്കെ പല വേരിയേഷൻസും പോസിബിൾ ആണ്. ഇനി രണ്ടാമത്തെ സ്കെയിലിൽ മതത്തിനും സമുദായത്തിനും കുറഞ്ഞ സ്വാധീനം എന്ന് പറയുന്നവർ ലിബറൽ എന്ന് പറയും. കൂടുതൽ സ്വാധീനം വേണമെന്ന് പറയുന്നവരെ കൺസർവേറ്റീവ് അല്ലെങ്കിൽ റിലീജിയസ് നാഷണലിസ്റ്റ് എന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾ എക്കണോമിക്കലി ലെഫ്റ്റ് ആയേക്കാം, പക്ഷെ സമുദായത്തിന്റെ കാര്യങ്ങളിൽ കൺസർവേറ്റീവും ആയേക്കാം. അതും പെർഫെക്റ്റ്ലി നോർമൽ തന്നെയാണ്. ശരിയും തെറ്റുമില്ല. നിങ്ങൾ ആരാണോ അത് പ്രകാരമുള്ള ഐഡിയോളജിയാണ് വരിക. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കുക, ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ അനുഭവങ്ങളും വായനയും ഒക്കെ മാറുന്നതിനനുസരിച്ച് ഇത് ഷിഫ്റ്റ് ആകാം, കാലം കഴിയുന്നതിനനുസരിച്ച് മാറാം. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. അത് ശരിക്കും ഇന്റലക്ച്വൽ ഗ്രോത്ത് ആണ്. ഇന്നത്തെ നിങ്ങളുടെ പൊസിഷൻ അത് മാത്രമാണ് ഇന്ന് ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇവിടെ അവസാനമായി പറയാനുള്ളത്, ഈ പറഞ്ഞത് പൊളിറ്റിക്കൽ ഐഡിയോളജി കണ്ടെത്താനുള്ള ഒരു വളരെ സിമ്പിൾ വഴിയാണ്. ശരിക്കും ഇതൊരു വളരെ വലിയ കോംപ്ലക്സ് പ്രോസസ് ആണ്. ഓൺലൈനിൽ പല ടൂളുകളിൽ പോയാൽ കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ എടുത്ത് ഇത് വിശദമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ടൂളുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെയ്യാം, ഒരു നിർബന്ധവുമില്ല. നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റില് ഞാൻ തന്ന ഈ ഒരു ഈസി പ്രോസസ്സ് വെച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ പൊളിറ്റിക്കൽ ഐഡിയോളജി മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 2 പോകാം. സ്റ്റെപ്പ് 2, ഹൗ ഡു യു വാണ്ട് ഗവർണൻസ് ടു ബി? നിങ്ങൾക്ക് എങ്ങനത്തെ ഭരണമാണ് വേണ്ടത്? അപ്പൊ സ്റ്റെപ്പ് 1 നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി കണ്ടെത്തി. പക്ഷെ ഐഡിയോളജി മാച്ചായ മുന്നണി കണ്ടെത്തിയാൽ മതിയാവില്ല. കാരണം അവരുടെ ഭരണം മോശമാണെങ്കിലോ ഗ്രോത്ത് പ്രയോറിറ്റീസ് വേറെ ആണെങ്കിലോ അതൊരു പ്രശ്നമല്ലേ. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും വ്യക്തമായ ഒരു ധാരണ സ്വയം വേണം എങ്ങനത്തെ ഭരണമാണ് വേണ്ടത് എന്ന്, എന്തൊക്കെ പ്രയോറിറ്റീസ് ആണ് സർക്കാരിന് വേണ്ടത് എന്ന്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്ന്. അപ്പോ പറ, എങ്ങനത്തെ ഭരണമാണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്കറിയാം ഉത്തരം കണ്ടെത്താൻ ഇതിലും കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അതിനല്ലേ ഞാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത്. ഒന്ന്, സർക്കാർ നാടിന് വേണ്ടി എന്തിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാകണം. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടമെന്റലി 5 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഗ്രോത്തിന് വേണ്ടി ചെയ്യേണ്ടത്. ഒരു സ്റ്റേറ്റിന്റെ 5 ഗ്രോത്ത് പില്ലേഴ്സ് ഇതൊക്കെയാണെന്ന് പറയാം. ഒന്ന്, എക്കണോമി ആൻഡ് ലൈവ്ലിഹുഡ്, ഇൻഡസ്ട്രീസ്, ജോബ്സ്, അഗ്രികൾച്ചർ, ഇൻവെസ്റ്റ്മെന്റ് അടക്കം സംസ്ഥാനത്തിന്റെ ഓവറോൾ സാമ്പത്തിക വളർച്ച. 2, പബ്ലിക് സർവീസസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വെൽഫെയർ സ്കീംസ്, പെൻഷൻ, ഹൗസിംഗ് പോലെ സർക്കാർ ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്ന സർവീസസ്. 3, ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്സ്, പബ്ലിക് ട്രാൻസ്പോർട്ട്, വെള്ളം, ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ്, ഇങ്ങനെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ. 4, സേഫ്റ്റി ആൻഡ് ഓർഡർ, അതായത് ക്രൈം പ്രിവെൻഷൻ, സ്ത്രീകളുടെ സുരക്ഷ, സാമൂഹിക സൗഹാർദ്ദം, ദുരന്ത നിവാരണം. 5, ഗവർണൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, അഴിമതിയില്ലായ്മ, കാര്യക്ഷമത, എഫിഷ്യൻസി, ജനാധിപത്യ മൂല്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു സർക്കാരിന് എല്ലാം ഒരുപോലെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 5ലും ഏതൊക്കെയാണ് പ്രയോറിറ്റിയിൽ വേണ്ടത് എന്നതിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാകണം. നിങ്ങളുടെ പ്രയോറിറ്റീസ് ക്ലിയർ ആണെങ്കിലാണ് നിങ്ങൾക്ക് അവരെ ശരിയായി വിലയിരുത്താൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എങ്ങനെയുള്ള ഭരണമാണ് വേണ്ടത്? നിങ്ങളുടെ നോൺ നെഗോഷ്യബിൾ റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇതിൽ അറിയണം. ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിലെ ഈ കാര്യങ്ങൾ കണ്ടാൽ മറ്റെന്ത് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു പേഴ്സണൽ ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനെയാണ് ഈ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, വലിയ ക്രിമിനൽ കേസസ് ഉള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്നത്, അഴിമതി നടത്തുന്നത്, മതം അല്ലെങ്കിൽ ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത്, പാർട്ടി മാറി മാറി കളിക്കുന്നത്, ഇങ്ങനെ എന്തുമാകാം നിങ്ങളുടെ പേഴ്സണൽ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്സ് ലിസ്റ്റ്. സീരിയസ് ആയി ചിന്തിച്ചെഴുതുക. ഈ ഫിൽട്ടറിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ കാൻഡിഡേറ്റ് പെട്ടാൽ അവരെ പിന്നെ കൺസിഡർ ചെയ്യാനേ പാടില്ല. അവ സ്റ്റെപ്പ് 2 നമ്മൾ 2 കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഭരണത്തിൽ നിന്ന് വേണ്ടതെന്ന് നോക്കി, എന്തൊക്കെയാണ് ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭരിക്കാൻ വരുന്നവരിൽ നിന്ന് വേണ്ടാത്തത് എന്ന് നോക്കി. ഈ 2 ഉത്തരങ്ങളും കൂടിയതാണ് ഭരണം എങ്ങനെയാണ് വേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇത് വെച്ച് ഐഡിയോളജി മാച്ചായ മുന്നണിയുടെ ഭരണത്തെയും പെർഫോമൻസിനെയും വിലയിരുത്തി വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അപ്പൊ ഇത് കൂടി ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 3 പോകാം. സ്റ്റെപ്പ് 3, ചൂസ് യുവർ ഫ്രണ്ട്, നിങ്ങളുടെ മുന്നണി കണ്ടെത്തുക. അപ്പൊ സ്റ്റെപ്പ് 1 നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി കണ്ടെത്തി. സ്റ്റെപ്പ് 2 നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന് കണ്ടെത്തി. അപ്പൊ സ്റ്റെപ്പ് 3 ഒരു സിമ്പിൾ കാര്യം ചെയ്യാം. നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി ഏറ്റവും മാച്ച് ചെയ്യുന്ന മുന്നണി ഏതാണ് എന്ന് നമുക്ക് നോക്കാം. LDF, UDF, NDA, ഈ 3 മുന്നണികളാണല്ലോ ഇന്ന് കേരളത്തിലുള്ളത്. സ്റ്റെപ്പ് 1 ഉപയോഗിച്ച അതേ 2 സ്കെയിൽസ് ഉപയോഗിച്ച് തന്നെ ഓരോ മുന്നണിയുടെയും ഐഡിയോളജി നമുക്കൊന്ന് നോക്കാം. എക്കണോമിയുടെ കാര്യത്തില് LDFന്റെ ഫൗണ്ടിങ് ഐഡിയോളജി അനുസരിച്ച് അവര് ലെഫ്റ്റിലാണ്,
ഗവൺമെന്റ് ലെഡ് എക്കോണമി. UDF സെന്ററിലാണ്, മിക്സ്ഡ് എക്കോണമി. NDA കമ്പാരിറ്റീവ്ലി റൈറ്റിലാണ്, മാർക്കറ്റ് ഫ്രണ്ട്ലി ആണ് അവര്. ഇനി മതത്തിന്റെയും സമുദായത്തിന്റെയും ഭരണത്തിലെ സ്വാധീനം എന്ന കാര്യത്തില് LDFന്റെ നിലപാട് മതത്തിനും സമുദായത്തിനും ഭരണത്തിൽ മിനിമം സ്വാധീനം ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. UDF മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്നില്ല, പക്ഷേ സമുദായ ഗ്രൂപ്പുകളുടെ ആവശ്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്ന അപ്രോച്ചാണ് എടുക്കുന്നത്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും പോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് പാർട്ടികൾ UDFന്റെ ഭാഗമാണ് എന്നത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. NDA ഭൂരിപക്ഷ സംസ്കാരത്തിന് ഭരണത്തിൽ കൂടുതൽ പ്രാധാന്യം വേണമെന്ന നിലപാടിലാണ്. കൾച്ചറൽ നാഷണലിസം എന്ന ഐഡിയോളജിയാണ് അവരുടെ അടിസ്ഥാനം. പക്ഷെ പെട്ടെന്ന് ഇത് മാത്രം കണ്ടുകൊണ്ട് ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ ചാടണ്ട. ഇത് ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മാത്രമാണ്. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് പ്രാക്ടിക്കലി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. LDFന്റെ കാര്യം തന്നെ നോക്കൂ. LDF പ്യുവർ ലെഫ്റ്റ് ഒന്നുമല്ല, ഇപ്പോ കുറെ അധികം സെന്ററിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ NDA കേരളത്തിൽ അത്ര റൈറ്റ് അല്ലാത്ത, അത്ര കൺസർവേറ്റീവ് അല്ലാത്ത ഒരു ഐഡിയോളജി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ കൂടെ ഇന്നത്തെ അവരുടെ ശരിക്കുമുള്ള സ്വഭാവം കൂടി നോക്കിയിട്ട് നിങ്ങളുടെ പൊസിഷനുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഒബ്വിയസ് ആയിട്ട് ഒരു മുന്നണി നിങ്ങളുടെ ഐഡിയോളജിയുമായി മാച്ച് ആകും. അപ്പോൾ കാര്യങ്ങൾ വളരെയധികം സിമ്പിൾ ആണ്. അവരെ കൺസിഡർ ചെയ്യുക, മുന്നോട്ട് പോവുക. 2, ഒന്നിലധികം മുന്നണികൾ ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയോളജിയുമായിട്ട് മാച്ച് ആയേക്കാം. അതും ഓക്കെയാണ്, പേടിക്കേണ്ട. മുന്നിലേക്കുള്ള സ്റ്റെപ്സിൽ ആ ടൈ നമുക്ക് തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്യാം. 3, ഒരു മുന്നണിയും മാച്ച് ആകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതും ശരിക്കും വാലിഡ് ആണ്, പേടിക്കേണ്ട. വീഡിയോയുടെ അവസാനം ഇങ്ങനെയുള്ളവർക്കും എങ്ങനെ വോട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ 1ഓ 2ഓ ആണ് സംഭവിക്കുന്നത് എങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. ഏത് മുന്നണിയാണ് നിങ്ങൾ വോട്ടിങ്ങിനായി കൺസിഡർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോ, ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നല്ല, ഏത് മുന്നണിയെ വോട്ടിങ്ങിനായി കൺസിഡർ ചെയ്യാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും നിങ്ങളുടെ വോട്ട് കൊടുക്കാനായിട്ടില്ല. അവരുടെ ഭരണം നല്ലതായിരിക്കണം, അവരുടെ പ്രയോറിറ്റീസ് നിങ്ങളുടെ പ്രയോറിറ്റീസുമായിട്ട് മാച്ച് ആകണം, റെഡ് ഫ്ലാഗ്സ് ഉണ്ടാകാൻ പാടില്ല, ടീം നന്നായിരിക്കണം, എന്നാൽ മാത്രമേ അവർക്ക് വോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ ഐഡിയോളജി, നിങ്ങളുടെ ഗവർണൻസിന്റെ പ്രിഫറൻസസ്, ഐഡിയോളജിക്ക് മാച്ചിങ് ആയ മുന്നണി അല്ലെങ്കിൽ മുന്നണികൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി ഈ മുന്നണി അല്ലെങ്കിൽ മുന്നണികളിൽ ആരാണ് ശരിക്കും നിങ്ങളുടെ വോട്ട് ഡിസർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് മുന്നിലേക്കുള്ള സ്റ്റെപ്സിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 4 നോക്കാം. സ്റ്റെപ്പ് 4, ഇവാലുവേറ്റ് ദെയർ റീസെന്റ് പെർഫോമൻസ്. അവരുടെ സമീപകാല പ്രവർത്തനം വിലയിരുത്തുക. അപ്പൊ ഇതുവരെ നമ്മൾ നോക്കിയത് ഐഡിയോളജിയാണ്. ഇനി ഡയറക്ഷൻ മാറുന്നു. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന മുന്നണി ശരിക്കും എന്ത് ചെയ്തു എന്നതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. വാഗ്ദാനങ്ങളല്ല, റിയൽ ഡേറ്റ, എവിഡൻസ്, തെളിവ് വേണം. അപ്പൊ സ്റ്റെപ്പ് 3 കഴിഞ്ഞപ്പോൾ ഒരു മുന്നണിയാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ അവരെ ഒറ്റയ്ക്ക് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇനി ഒന്നിലധികം കിട്ടിയെങ്കിൽ എല്ലാവരെയും നമ്മൾ വിശദമായിട്ട് സ്റ്റഡി ചെയ്യണം. ഇവിടെ റീസെന്റ് പെർഫോമൻസ് നോക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അതാണല്ലോ സ്റ്റെപ്പിൽ പറയുന്നത്, ഇവാലുവേറ്റ് ദെയർ റീസെന്റ് പെർഫോമൻസ്. ശരിക്കും ഏത് കാലത്തെ പെർഫോമൻസ് ആണ് നോക്കേണ്ടത്? ഇവിടെ പലരും മിസ്റ്റേക്സ് വരുത്തുന്നത് കാണാറുണ്ട്. 20 വർഷം മുൻപത്തെ കാര്യങ്ങൾ പറഞ്ഞ് പാർട്ടികളെ ഡിഫെൻഡ് ചെയ്യുകയോ അറ്റാക്ക് ചെയ്യുകയോ ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ ആ സമയത്തെ ടീം വേറെയായിരുന്നു, അന്നത്തെ കോണ്ടെക്സ്റ്റ് വേറെയായിരുന്നു, അന്നത്തെ നാടിന്റെ ആവശ്യങ്ങൾ വേറെയായിരുന്നു. അതൊന്നും ഇപ്പൊ നോക്കിയിട്ടോ പറഞ്ഞിട്ടോ വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും നോക്കേണ്ടത് കഴിഞ്ഞ ഒരു 5-10 വർഷത്തിൽ ഈ പറയുന്ന മുന്നണി കേരളത്തിൽ എന്ത് ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത മുന്നണിയുടെ റീസെന്റ് പെർഫോമൻസ് എങ്ങനെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ മുന്നണി ഭരണത്തിലുള്ള മുന്നണിയാണ് എങ്കിൽ വേറെയാണ് ഇവാലുവേഷൻ, പ്രതിപക്ഷത്തായിരുന്നു എങ്കിൽ വേറെയാണ്, ഇത് രണ്ടും അല്ലായിരുന്നെങ്കിലും വേറെയാണ്. അപ്പൊ ഭരണത്തിലുണ്ടായിരുന്ന മുന്നണിയാണ് എങ്കിൽ സ്റ്റെപ്പ് 2 5 പില്ലേഴ്സ് ഓർക്കുന്നുണ്ടല്ലോ, അതേ പില്ലേഴ്സ് വെച്ച് തന്നെ നമുക്ക് ഇവരെ ഇവാലുവേറ്റ് ചെയ്യാം. ജോലികൾ കൂടിയിട്ടുണ്ടോ, എക്കണോമി ഗ്രോ ചെയ്തിട്ടുണ്ടോ, ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടോ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും സ്കൂളുകളും ബെറ്റർ ആയിട്ടുണ്ടോ, വെൽഫെയർ സ്കീംസ് ഉദ്ദേശിച്ച ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ, റോഡുകൾ, ട്രാൻസ്പോർട്ട്, വാഗ്ദാനം ചെയ്ത പ്രോജക്ട്സ്, ഇതിന്റെയൊക്കെ പ്രോഗ്രസ് എന്താണ്, സ്റ്റേറ്റ് സേഫർ ആയിട്ടുണ്ടോ, ഡിസാസ്റ്റർ വന്നപ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, അഴിമതി ഉണ്ടായിട്ടുണ്ടോ, പ്രോസസ്സുകൾ ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ടോ, ഇങ്ങനെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള ഇവാലുവേഷൻ നമ്മൾ നടത്തണം. ഇത് ഇങ്ങനെ പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം, പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് ഡൗട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. വഴികൾ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു തരാം. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഓരോ വർഷവും കേരള എക്കണോമിക് റിവ്യൂ എന്നുള്ള ഒരു ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ മിനിസ്ട്രിയുടെയും ആനുവൽ റിപ്പോർട്ട്സ് നമുക്ക് ഓൺലൈൻ കിട്ടും. ഇതിൽ നിന്നൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടും. ഇനി ക്വാളിറ്റേറ്റീവ് ആയിട്ട് നോക്കാനാണെങ്കിൽ ഈ റിപ്പോർട്ട്സിന്റെ കൂടെ തന്നെ മീഡിയ കവറേജ് നോക്കാം. വലിയ വിജയങ്ങളും പരാജയങ്ങളും മീഡിയ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ എല്ലാം കൂടെ ആ മുന്നണി പവറിൽ കയറുന്നതിന് മുൻപ് മുന്നിലേക്ക് വെച്ച മാനിഫെസ്റ്റോ എടുത്ത് അവർ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഡെലിവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക്
നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന മുന്നണി ഭരണത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ മുന്നണി പ്രതിപക്ഷമാണെങ്കിലോ അവർക്ക് ഭരണ ട്രാക്ക് റെക്കോർഡ് ഇല്ലല്ലോ, എന്നാലും അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ ചില വഴികളുണ്ട്. അവർ സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ ശ്രമിച്ചിരുന്നു, വെറുതെ ഒപ്പോസിഷൻ ആയിരുന്നു, അതോ വെറും ബഹളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ ഓൺ കോൺസ്റ്റിറ്റ്യുവൻസികളിലെ ലോക്കൽ ലെവലിൽ അവർ ഡെലിവർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കാം. എന്നാലും എനിക്കറിയാം ഭരണത്തിലുള്ള മുന്നണിയെ ഇവാലുവേറ്റ് ചെയ്യുന്ന അത്ര ഡെപ്തില് ഇവരെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അതുമല്ല, നിങ്ങളുടെ മുന്നണി ഭരണത്തിലുമായിരുന്നില്ല, പ്രധാന പ്രതിപക്ഷവും ആയിരുന്നില്ല എങ്കിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി പാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെയും പ്രതിപക്ഷത്തിന്റെ ഇവാലുവേഷനിൽ ഈ സ്റ്റെപ്പിന് കുറച്ച് വെയിറ്റേജ് മാത്രം കൊടുത്താൽ മതി. ഇവരുടെ ഇവാലുവേഷന് മുന്നിലേക്കുള്ള സ്റ്റെപ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അപ്പൊ സ്റ്റെപ്പ് 4 കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാകും. ഭരണത്തിൽ ഇരുന്നവർക്ക് കുറെ ഡേറ്റ ഉള്ളത് കൊണ്ട് ഈ സ്റ്റെപ്പ് വളരെയധികം അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മറ്റുള്ളവർക്ക് ഇപ്പൊ പറഞ്ഞതുപോലെ ബാക്കിയുള്ള സ്റ്റെപ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. എന്തായാലും ഫുൾ പിക്ചർ കിട്ടാൻ 2 സ്റ്റെപ്സ് കൂടിയുണ്ട്. നമുക്ക് സ്റ്റെപ്പ് നമ്പർ 5ലേക്ക് പോകാം. സ്റ്റെപ്പ് 5, ചെക്ക് ദെയർ പ്രോമിസസ്. അവരുടെ വാഗ്ദാനങ്ങൾ പരിശോധിക്കുക. അതായത് ഈ മുന്നണികൾ ഭരണത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്ന അവരുടെ വാഗ്ദാനങ്ങളാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇലക്ഷൻ വരും മുമ്പേ ഓരോ മുന്നണിയും അവരുടെ മാനിഫെസ്റ്റോ, പ്രകടന പത്രിക റിലീസ് ചെയ്യും. ഭരണത്തിൽ വന്നാൽ അടുത്ത 5 വർഷത്തിൽ നാടിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണിത്. ഓരോ പാർട്ടിയുടെയും വെബ്സൈറ്റിൽ അവൈലബിൾ സാധാരണ ആകാറുണ്ട്. അപ്പൊ അങ്ങനെ മാനിഫെസ്റ്റോ എടുത്ത് വെറുതെ വായിച്ചാൽ മാത്രം പോരാ, പല മുന്നണികളും തള്ളി മറിക്കാറുണ്ട് മാനിഫെസ്റ്റോയിൽ. സോ സൂക്ഷിച്ച് തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ആദ്യം സ്റ്റെപ്പ് 2ലെ 5 പില്ലറുകൾ വെച്ച് തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓരോ പില്ലറിലും ഈ മുന്നണി എന്താണ് പ്രോമിസ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രയോറിറ്റീസിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് വിശദമായിട്ട് നോക്കണം. ജനറൽ ആയിട്ട് നല്ല മാനിഫെസ്റ്റോ ആണല്ലോ എന്നുള്ള ഒരു അഭിപ്രായം മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങളുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് നല്ല മാനിഫെസ്റ്റോ ആണോ അല്ലയോ എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റണം. രണ്ടാമത്, ആ പ്രോമിസസ് സ്പെസിഫിക് ആണോ അതോ വേഗ് ആണോ എന്ന് നോക്കണം. അതായത് ഞാൻ പറഞ്ഞു തരാം, ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ നന്നാകും, ഇങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ മാനിഫെസ്റ്റോയിൽ എഴുതാം, എന്നാൽ ഇത് വേഗ് ആണ്. എന്നാൽ അതേസമയം അടുത്ത 2 വർഷത്തിൽ 50 പുതിയ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് തുടങ്ങും, ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എഴുത്താണ്. ഇങ്ങനെയുള്ള സ്പെസിഫിക് പ്രോമിസസ് മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോയാൽ നമ്പർ നോക്കിയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയി പറയുന്നവരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അവസാനമായി നോക്കേണ്ടത് പ്രോമിസസ്, അതായത് മാനിഫെസ്റ്റോയിൽ പറയുന്ന പ്രോമിസസ് റിയലിസ്റ്റിക് ആണോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എല്ലാവർക്കും ഫ്രീ ലാപ്ടോപ്പ് കൊടുക്കാം എന്നൊക്കെ പ്രോമിസ് പല മുന്നണികൾക്കും കൊടുക്കാം, പക്ഷേ നാടിന്റെ ബഡ്ജറ്റിൽ നിന്ന് ശരിക്കും ഇത് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു ഇവാലുവേഷൻ കൂടി നമ്മൾ നടത്തണം. ഇതാണ് ഇവിടെ 3ാമതായി ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ എനിക്കറിയാം മുഴുവൻ മാനിഫെസ്റ്റോ വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. മുഴുവൻ വായിച്ചില്ല എങ്കിലും നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റീസ് സെർച്ച് ചെയ്ത് ആ സെക്ഷനെങ്കിലും നിങ്ങൾ വായിക്കണം. അതിന്റെ കൂടെ നിഷ്പക്ഷമായ മീഡിയ ചാനൽസിന്റെ മാനിഫെസ്റ്റോ കമ്പാരിസൺ വീഡിയോസ് കാണണം. ന്യൂസ് പേപ്പേഴ്സിൽ പില്ലർ വൈസ് അനാലിസിസ് വരും, ഓൺലൈനിൽ ഇൻഡിപെൻഡന്റ് ബ്രേക്ക് ഡൗൺസ് കിട്ടും, അതുമൊക്കെ നിങ്ങൾക്ക് വായിക്കാം. എപ്പോഴും ഒരു സോഴ്സ് മാത്രം നോക്കാതെ പല സോഴ്സുകൾ നോക്കി ഇവാലുവേറ്റ് ചെയ്യുക, നല്ലൊരു അഭിപ്രായത്തിലേക്ക് എത്തുക. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3ൽ ഒന്നിലധികം മുന്നണികൾ മാച്ച് ആയവരാണ് എങ്കിൽ ഈ സ്റ്റെപ്പ് ഒരു ടൈ ബ്രേക്കർ ആണ്. മാനിഫെസ്റ്റോകൾ തമ്മിൽ കമ്പയർ ചെയ്യുക, ആരാണ് കൂടുതൽ സ്പെസിഫിക് റിയലിസ്റ്റിക് ആയി പ്ലാൻ വെച്ചിരിക്കുന്നത് അവർക്ക് മുൻതൂക്കം കൊടുക്കുക. അങ്ങനെ ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പാസ്റ്റ് പെർഫോമൻസിന്റെ കൂടെ ഫ്യൂച്ചർ പ്ലാനിന്റെയും ഒരു പിക്ചർ ഉണ്ടാകും. അപ്പൊ അതുകൂടി കിട്ടിയ സ്ഥിതിക്ക് ആർക്ക് വോട്ട് ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ഉള്ള ഫൈനൽ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് സ്റ്റെപ്പ് നമ്പർ 6 നോക്കാം. സ്റ്റെപ്പ് 6, ചെക്ക് ദ ടീം ആൻഡ് ടീം ഡൈനാമിക്സ്. അവരുടെ ടീം എങ്ങനെയുണ്ട്? ഒരു നല്ല പ്ലാൻ ഉണ്ടായിട്ട് കാര്യമില്ല, അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളില്ല എങ്കിൽ. പ്ലാനിനേക്കാളും എക്സിക്യൂഷൻ ആണ് എപ്പോഴും ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് അവസാനം ചെയ്യുന്നത്, ഏറ്റവും ഇൻഫോംഡ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ. അപ്പൊ നിങ്ങളുടെ മുന്നണിയിൽ ആരാണുള്ളത്, അവർക്ക് കഴിവുണ്ടോ, അവരെ വിശ്വസിക്കാമോ, അവർ ഒരുമിച്ച് നന്നായി വർക്ക് ചെയ്യുമോ, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഐഡിയലി 140 സ്ഥാനാർത്ഥികളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, പക്ഷേ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഓരോ മുന്നണിയുടെ ടോപ്പ് 10-15 പ്രമുഖരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. പ്രോബബിൾ CM കാൻഡിഡേറ്റ്സ്, പ്രോബബിൾ മിനിസ്റ്റേഴ്സ്, കീ ഡിസിഷൻ മേക്കേഴ്സ്. ഇലക്ഷൻ സമയത്ത് മീഡിയ റിപ്പോർട്ടുകളിലും അനാലിസിസുകളിലും പ്രോബബിൾ ടീമിന്റെ ഒരു പിക്ചർ വരും. അത് വെച്ച് ഈ പ്രമുഖരുടെ പേരുകൾ നമുക്ക് കണ്ടുപിടിക്കാം. അതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ തവണത്തെ ക്യാബിനറ്റ് കമ്പോസിഷനും ഒരു ഐഡിയ തീർച്ചയായിട്ടും തരും. അപ്പോൾ ഈ ആളുകളെ എങ്ങനെ ഇനി ഇവാലുവേറ്റ് ചെയ്യാം? സിമ്പിൾ ആണ്, 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. കോമ്പിറ്റൻസ്, ഇന്റഗ്രിറ്റി, ടീം ഡൈനാമിക്സ്. വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, കോമ്പിറ്റൻസ്.
അവർക്ക് കഴിവുണ്ടോ എന്ന് നോക്കണം. അതായത് അവരുടെ ക്വാളിഫിക്കേഷനും കരിയറും എന്തായിരുന്നു, കാര്യങ്ങൾ ലീഡ് ചെയ്തും ആൾക്കാരെ മാനേജ് ചെയ്തുമുള്ള അനുഭവമുണ്ടോ, സ്വന്തം കഴിവ് കൊണ്ടാണോ അതോ കുടുംബത്തിന്റെ പേരിലാണോ വന്നത്, മിനിസ്റ്റർ ആയിരുന്ന ആളാണെങ്കിൽ ആ കാലത്ത് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തത്, ഡൊമെയിൻ നോളജ് ഉണ്ടോ, അതായത് ഒരു മിനിസ്റ്റർ ആകുന്നുണ്ടെങ്കിൽ ആ മിനിസ്ട്രിയിലുള്ള ഡൊമെയിൻ നോളജ് ഉണ്ടോ, അയാൾ വിജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോയിന്റ് നമ്പർ 1 നോക്കേണ്ടത്. അപ്പൊ ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം, ഇന്റഗ്രിറ്റി. അതായത് അവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. വലിയ ക്രിമിനൽ കേസസ് ഉണ്ടോ, MLA മിനിസ്റ്ററോ ആയിരുന്ന ആളാണ് എങ്കിൽ അസറ്റ്സ് എത്ര വളർന്നിട്ടുണ്ട്, പാർട്ടി മാറി മാറി കളിക്കുന്ന ആളാണോ, ഇലക്ഷൻ ഇല്ലാത്ത സമയത്തും പ്രവർത്തിക്കുന്ന ആളാണോ അതോ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളാണോ, അഴിമതി ആരോപണങ്ങളുള്ള ആളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോയിന്റ് നമ്പർ 2 നോക്കേണ്ടത്. അപ്പോൾ അവസാനത്തെ നോക്കേണ്ടത് ടീം ഡൈനാമിക്സ് ആണ്. അതായത് അവർ ഒരു ടീമായി ഒരുമിച്ച് പണി ചെയ്യാൻ കഴിവുള്ളവരാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇൻഡിവിജ്വലായി കോമ്പീറ്റന്റ് ആയാലും ഒരുമിച്ച് പണി ചെയ്യാൻ കഴിയില്ല എങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മുന്നണിയുടെ ഉള്ളിലെ പാർട്ടികൾ തമ്മിൽ ഹെൽത്തി റിലേഷൻ ആണോ അതോ നിരന്തരം സീറ്റ് ഷെയറിംഗിന്റെയും സ്ഥാനമാനത്തിന്റെയും പേരിൽ അടിയാണോ, പാർട്ടി ലീഡർഷിപ്പ് ഡിസൈഡ് ചെയ്താൽ ബാക്കിയുള്ളവർ അലൈൻ ആകുന്നുണ്ടോ അതോ ഓരോ ആളും ഓരോ വഴിക്ക് വലിക്കുമോ, ടീമിൽ പല മേഖലകൾ കവർ ചെയ്യുന്ന വിവിധ കഴിവുകളുള്ള ആളുകളുണ്ടോ, ഇതൊക്കെയാണ് ടീം ഡൈനാമിക്സ് നോക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ 3 ഡയമെൻഷൻസിൽ ഓരോ ആളെയും ഓരോ ടീമിനെയും ഇവാലുവേറ്റ് ചെയ്താൽ ഓരോ മുന്നണിയുടെയും ഓവറോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരു പിക്ചർ നമുക്ക് കിട്ടും. അതാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്ന ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഏറ്റവും അവസാനമായി നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചോദ്യം ഈ ഇവാലുവേഷൻ പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യും എന്നുള്ളതായിരിക്കും. വഴികൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. മൈ നേത എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ADRന്റെ ഒരു വെബ്സൈറ്റും ഉണ്ട്. ഈ 2 വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും ക്രിമിനൽ റെക്കോർഡ്സ്, അസറ്റ് ഡിക്ലറേഷൻ, എഡ്യൂക്കേഷൻ, പാസ്റ്റ് ഇലക്ഷൻ ഹിസ്റ്ററി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇൻഫാക്ട് നല്ല രസമാണ് ഇതൊക്കെ നോക്കാൻ. ബാങ്കിൽ എത്ര പൈസ ഉണ്ട്, ഗോൾഡ് ഉണ്ടോ, സ്റ്റോക്സ് ഉണ്ടോ, മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ കൂടെ തന്നെ വിക്കിപീഡിയ, ന്യൂസ് കവറേജസ്, ഇന്റർവ്യൂസ്, ഡിബേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി നോക്കിയാൽ ഈ വ്യക്തികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഡൊമെയിൻ നോളജും അവരുടെ പേഴ്സണാലിറ്റിയും നമുക്ക് മനസ്സിലാകും. ടീം ഡൈനാമിക്സിന്റെ കാര്യത്തിൽ മീഡിയ അനാലിസിസ് തന്നെയാണ് ബെസ്റ്റ് സോഴ്സ്. ആരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു, എവിടെയാണ് ഫ്രിക്ഷൻ എന്നൊക്കെ മീഡിയ റിപ്പോർട്ടുകളിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്കൊരു സെൻസ് കിട്ടും. ഇങ്ങനെ പല സോഴ്സുകളും കമ്പയർ ചെയ്തിട്ട് മാത്രം ഇവിടെയും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് സ്റ്റെപ്പ് 6 കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫുൾ കംപ്ലീറ്റ് പിക്ചർ കിട്ടും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഫുൾ പിക്ചർ കിട്ടിയ സ്ഥിതിക്ക് ഇനിയാണ് ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മൊമെന്റ്. ഇത്രയും പാടുപെട്ട് 6 സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയത് എന്തിനാ? കോൺഷ്യസ് ആയ, റിസർച്ച് ബാക്ക്ഡ് ആയ, വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള വോട്ട് ചെയ്യാനല്ലേ, അതിശക്തം വോട്ട് ചെയ്യാനല്ലേ. അപ്പോൾ ഇത്രയും കളക്ട് ചെയ്ത ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്, എങ്ങനെ ഡിസൈഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ദ ഡിസിഷൻ, തീരുമാനം. നിങ്ങളുടെ ഐഡിയോളജി മാച്ച് ചെയ്യുന്ന ഒരു ഒറ്റ മുന്നണിയാണ് സ്റ്റെപ്പ് 3ക്ക് ശേഷം വന്നത് എങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. സ്റ്റെപ്പ് 4, 5, 6 ആ മുന്നണി അതിശക്തമായി പാസ്സായി എങ്കിൽ അവരെ ലോക്ക് ചെയ്യാം. നിങ്ങളുടെ അതിശക്ത വോട്ട് അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അതല്ല, ഒന്നിൽ കൂടുതൽ മുന്നണികൾ സ്റ്റെപ്പ് 3ക്ക് ശേഷം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അവസാനത്തെ 3 സ്റ്റെപ്പുകളിൽ ഒരു മാർക്ക് സിസ്റ്റം കൊണ്ടുവന്ന് ഓരോന്നിലും ഓരോ മുന്നണിക്ക് ഒരു മാർക്ക് കൊടുത്തിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. ഇവിടെയും ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്റ്റെപ്പ് 6നാണ് പലപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ എന്റെ ഇവാലുവേഷനും ഉത്തരവും അത് ബേസ് ചെയ്തായിരിക്കും വരിക. വേറെ ഒരാൾ, ചിലപ്പോൾ നിങ്ങൾ, ചിലപ്പോൾ പാസ്റ്റ് പെർഫോമൻസ് എന്ന സ്റ്റെപ്പ് 4നായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഉത്തരം വേറെ ആയിരിക്കും വരിക. ഇവിടെയും ഈ വീഡിയോയിൽ ഞാൻ ഉടനീളം പറയുന്നത് പോലെ ശരിയും തെറ്റുമില്ല. നിങ്ങളുടെ വോട്ട് നിങ്ങൾ എന്ന വ്യക്തിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് ഏത് മുന്നണിയാണ് ബെറ്റർ എന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തുക. അങ്ങനെ വ്യക്തത കിട്ടിയാൽ നിങ്ങളുടെ അതിശക്തം വോട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഈ 6 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് ഫോളോ ചെയ്ത് വ്യക്തമായ പഠനം നടത്തിയാൽ നിങ്ങളുടെ ഐഡിയോളജിക്ക് മാച്ച് ആയ, ഗവർണൻസ് പ്രിഫറൻസസ് മാച്ച് ആയ, പാസ്റ്റ് പെർഫോമൻസ് കിടിലമായ, ഫ്യൂച്ചർ പ്രോമിസസ് വ്യക്തമായ ഒരു യുദ്ധത്തിന് പോകാൻ ധൈര്യം തരുന്ന ടീമുള്ള ഒരു മുന്നണി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. യെസ്, ആ മുന്നണിക്കാണ് നിങ്ങൾ നിങ്ങളുടെ കോൺഷ്യസ് ആയ, റിസർച്ച് ബാക്ക്ഡ് ആയിട്ടുള്ള, വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള വോട്ട്, നിങ്ങളുടെ അതിശക്തം വോട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ആ മുന്നണിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇനി കേരളം ഭരിക്കേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഈ തീരുമാനത്തിലാണ് നമ്മൾ ആദ്യം എത്തേണ്ടത്. എന്നിട്ട് ആ മുന്നണിയിലുള്ള നിങ്ങളുടെ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. അവിടെയും കണ്ണും പൂട്ടി വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ആ സ്ഥാനാർത്ഥിയെയും ഇവാലുവേറ്റ് ചെയ്യണം. പക്ഷേ എന്തൊക്കെ നല്ലത് ചെയ്തു, എന്തൊക്കെ വാഗ്ദാനങ്ങൾ തരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി റെഡ് ഫ്ലാഗ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. വലിയ റെഡ് ഫ്ലാഗ്സ് ഉണ്ട് എങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങളുടെ ശരി. അപ്പോൾ ഒരു ഡൗട്ട് വരും,
അപ്പോൾ പിന്നെ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് വരും. അവിടെയാണ് ഞാൻ നേരത്തെ അവസാനം പറയാമെന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് ഈ 6 സ്റ്റെപ്പ് ഫ്രെയിംവർക്കിലെ പല പോയിന്റുകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയ മുന്നണിയോ സ്ഥാനാർത്ഥിയോ ഇല്ല എന്ന് മനസ്സിലായേക്കാം. അത് സ്റ്റെപ്പ് 3-ലാകാം, അല്ല എങ്കിൽ സ്റ്റെപ്പ് 4-ലോ 5-ലോ 6-ലോ ആകാം, അല്ല എങ്കിൽ ഇപ്പൊ ഏറ്റവും അവസാനം കണ്ടതുപോലെ നിങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നല്ലതല്ലാത്തത് കൊണ്ടാകാം. ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് നോട്ട വോട്ട് ചെയ്യാം. അതായത് നൺ ഓഫ് ദ എബോ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വോട്ടായിട്ട് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ഡെമോക്രസി നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നോട്ട ചെയ്യാമെന്ന് ഞാൻ പറയുന്നത്? ഇത്രയും സ്റ്റെപ്സ് വെച്ച് സ്റ്റഡി ചെയ്തിട്ടും നിങ്ങൾക്കൊരു മുന്നണിയെയും അല്ലെങ്കിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് മുന്നണികളുടെ പ്രശ്നമാണ്. അവർ നിങ്ങളുടെ വോട്ട് ഡിസർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പുറത്തു വരുന്ന ഒരു പ്രശ്നം. ശരിക്കും ആ ഒരു നിലപാട് റെക്കോർഡ് ചെയ്യുന്ന നോട്ട വഴി നിങ്ങൾ ചെയ്യുന്നത്. അതിന്റെ കൂടെ കൂടുതൽ ആൾക്കാർ നോട്ട വോട്ട് ചെയ്യുമ്പോൾ പാർട്ടികൾക്ക് ഒരു മെസ്സേജ് പോകും, അവരുടെ കാൻഡിഡേറ്റ് സെലക്ഷനും ഗവർണൻസും നന്നാക്കിയാൽ മാത്രമേ വോട്ട് കിട്ടുള്ളൂ എന്ന്. അത് ശരിക്കും നല്ലതല്ലേ? അങ്ങനെയൊക്കെയല്ലേ ഡെമോക്രസി ശരിക്കും വർക്ക് ആകേണ്ടത്. പക്ഷെ ഇതും ഒരു സ്കൂൾ ഓഫ് തോട്ട് മാത്രമാണ് എന്ന് ഞാൻ സമ്മതിക്കാം. നോട്ടയോടുള്ള എതിർപ്പുകളും ശരിക്കും നിലനിൽക്കുന്നുണ്ട്. പലരും പറയും നോട്ട കൊണ്ട് എന്ത് കാര്യം, ഏറ്റവും മോശം കാൻഡിഡേറ്റ് തന്നെയല്ലേ ജയിക്കുള്ളൂ എന്നുള്ളത്. ശരിയാണ്, ഇന്ത്യയിൽ ഇപ്പോൾ നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാലും ഇലക്ഷൻ റിസൾട്ട് ശരിക്കും മാറില്ല. സെക്കൻഡ് ഹയസ്റ്റ് വോട്ട് കിട്ടിയ ആൾ ജയിക്കും. അതൊരു വാലിഡ് ക്രിറ്റിസിസം തന്നെയാണ്. അതുപോലെ വേറൊരു ചിന്താഗതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ലെസർ ഈവിലിന് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് പെർഫെക്റ്റ് ആയ ഓപ്ഷൻ ഇല്ലാത്തപ്പോൾ ഏറ്റവും കുറവ് മോശമായ ഓപ്ഷനെ വോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഐഡിയോളജി പറയുന്നത്. ഇതും പലരും ഫോളോ ചെയ്യുന്ന മറ്റൊരു അപ്രോച്ച് ആണ്. കാരണം നിങ്ങളുടെ ഒരു വോട്ട് കാരണം വളരെ മോശമായ ഒരു സ്ഥാനാർത്ഥിയോ മുന്നണിയോ ജയിക്കാതെ ഇരുന്നേക്കാം, അങ്ങനെയുള്ള ഒരു ചിന്താഗതി. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു നോ ക്ലിയർ ആൻസർ എന്ന സ്ഥലത്തേക്ക് എത്തിയാല് നിങ്ങൾക്ക് നോട്ട വോട്ട് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ലെസർ ഈവിലിന് വോട്ട് ചെയ്യാം. ഇതിലും ശരിയോ തെറ്റുമോ ഒന്നും തന്നെയില്ല. ഇമ്പോർട്ടന്റ് തിങ്സ്, രണ്ട് നിലപാടുകൾക്കും ലോജിക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തുന്നത് ഒന്ന് മാത്രമാണ്, ചെയ്യുന്നത് കോൺഷ്യസ് ആയ റിസർച്ച് ബാക്ക്ഡ് ആയ വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള വോട്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിശക്തം വോട്ട് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ സിസ്റ്റമാറ്റിക് ആയി വോട്ട് ചെയ്യണം എന്ന് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഒന്ന് പറഞ്ഞേ, ഇങ്ങനെയല്ലേ ശരിക്കും എല്ലാവരും വോട്ട് ചെയ്യേണ്ടത്? എത്ര പേര് ഇത്ര സിസ്റ്റമാറ്റിക്കലി ചിന്തിച്ചിട്ടുണ്ട് ഇതുവരെ? ജനാധിപത്യം ശരിക്കും വിജയിക്കണമെങ്കിൽ ഇതുപോലെ ആയിരിക്കേണ്ട എല്ലാവരും വോട്ട് ചെയ്യേണ്ടത്. ഇത്തവണ പ്രബുദ്ധ കേരളം ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾസോ ഇത് എന്റെ വായനയും അറിവും ഒക്കെ വെച്ച് എനിക്ക് ശരിയെന്ന് തോന്നിയ ഒരു ഫ്രെയിംവർക്കാണ്. ദാ ഇപ്പോ സ്ക്രീനിൽ കാണുന്ന പോലെ പല സോഴ്സസും റിസർച്ച് പേപ്പേഴ്സും ഞാൻ റെഫർ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത് തന്നെ കണ്ണും പൂട്ടി നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം, ഇതിലെ കുറച്ച് ഭാഗങ്ങൾ എടുക്കാം, മോഡിഫിക്കേഷൻ വരുത്താം, എന്തും ചെയ്യാം. കാരണം എന്റെ ആസ്ക് അത് ഒന്ന് മാത്രമാണ്, ചിന്തിച്ച് തിരിച്ചറിവോടുകൂടി മാത്രം വോട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വോട്ട് ചെയ്യണം എന്ന് പഠിക്കുന്ന ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. നമ്മൾ പഠിച്ച 6 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം ഈ ഫ്രെയിംവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ജനാധിപത്യമാണ്, നമ്മുടെ വോട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വെറും 5 വർഷത്തിൽ വരുന്ന ഒരു മൊമെന്റ് ആണ്. കുറച്ചൊരു പണി എടുക്കണം എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആസ്ക്. അപ്പോൾ റിസർച്ച് ചെയ്യണം, മാനിഫെസ്റ്റോ വായിക്കണം, ഡേറ്റ നോക്കണം, കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇതൊക്കെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ സമയം നമ്മൾ കണ്ടെത്തണം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും എളുപ്പമാക്കാൻ പല ടൂൾസ് ഉണ്ട്. ക്ലോഡ് ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, ജെമിനി ഉണ്ട്, ഇതുപോലെ പല AI ടൂൾസ് ഉണ്ട്. അപ്പൊ ഈ AI ടൂൾസ് ഒക്കെ ഉപയോഗിച്ചാൽ വളരെ ഈസിലി പല റിസർച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ മാനിഫെസ്റ്റോ ആണെങ്കിലും പല എക്കണോമിക് ഡെവലപ്മെന്റ് റിപ്പോർട്ട്സ് ആണെങ്കിലും മറ്റ് മിനിസ്ട്രിയുടെ റിപ്പോർട്ട്സ് ആണെങ്കിലും ഈസി ആയിട്ട് ഈ AI ടൂൾസിനോട് കൊടുത്താൽ നല്ല അനാലിസിസ് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടും. അതുപോലെ കാൻഡിഡേറ്റ്സിന് ഇവാലുവേറ്റ് ചെയ്യാനും AI ടൂൾസ് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ട പല ഡോക്യുമെന്റ്സിന്റെയും ലിങ്ക്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ പൊളിറ്റിക്സ് അത്ര ക്ലോസ്ലി ഫോളോ ചെയ്തിട്ടില്ലായിരിക്കും. എന്ത് നടക്കുന്നു, എന്തൊക്കെ നടന്നു, ആരെന്ത് പറയുന്നു എന്നൊക്കെ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഇത്തവണ ഈ പറയുന്ന പ്രോസസ്സ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചൊരു പാടുണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക. മുന്നിലേക്ക് നാട്ടിലെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന, അറിയുന്ന, അഭിപ്രായമുള്ള ഒരു റെസ്പോൺസിബിൾ അവെയർ സിറ്റിസൺ ആകുമെന്ന ഒരു പ്രതിജ്ഞ തീർച്ചയായിട്ടും എടുക്കുക. അങ്ങനെ ചെയ്താല് 2031 ഇലക്ഷൻ വരുമ്പോൾ ഈ ഫ്രെയിംവർക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം ഈസി ആയിരിക്കും. കാരണം അപ്പോഴേക്കും നിങ്ങൾക്ക്
കുറെ അധികം കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഒരു കാര്യം കൂടി, ഈ 6 സ്റ്റെപ്സും ഇവാലുവേഷനും പ്രോസസ്സും നിങ്ങൾ ആരും ഒറ്റക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കുടുംബത്തോട് ചർച്ച ചെയ്യുക, കൂട്ടുകാരോട് സംസാരിക്കുക, ഡിബേറ്റുകൾ നടത്തുക. ഇതൊന്നും ബയസ് ആകാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും നിങ്ങളുടെ ഇൻഫോംഡ് ചോയ്സിലേക്ക് കുറച്ചുകൂടി നന്നായി എത്താനുമാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങൾ കാണും, പക്ഷേ വായിൽ നിന്ന് വരുന്ന എല്ലാ അഭിപ്രായത്തിനും ശക്തമായ വസ്തുതാപരമായ വൈ ഉണ്ടായിരിക്കണം. അതാണ് ഈ വീഡിയോയുടെ മുഴുവൻ പോയിന്റ്. അപ്പോൾ വരുന്ന ഏപ്രിൽ 9 നിങ്ങൾ ബൂത്തിലേക്ക് നടന്നു കയറുമ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, നിങ്ങൾ ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ആ ബട്ടൺ അമർത്തുന്നത് വീട്ടുകാർ പറഞ്ഞിട്ടായിരിക്കരുത്, നാട്ടുകാർ പറഞ്ഞിട്ടായിരിക്കരുത്, വാട്സാപ്പിൽ എന്തോ കണ്ടത് കൊണ്ടായിരിക്കരുത്, രോമാഞ്ചം കൊള്ളിപ്പിച്ച റീൽസ് കണ്ടത് കൊണ്ടായിരിക്കരുത്. അവർ ഇത്രനാൾ ഭരിച്ചല്ലോ, എങ്കിൽ ഇവർ ഇനി ഭരിക്കട്ടെ എന്ന ചിന്തയിൽ നിന്നാകരുത്. നിങ്ങൾ ആ ബട്ടൺ അമർത്തേണ്ടത് നിങ്ങൾ തന്നെ ആലോചിച്ച് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയ തിരിച്ചറിവ് കൊണ്ടായിരിക്കണം. അതാണ് നിങ്ങളുടെ യഥാർത്ഥ വോട്ട്, നിങ്ങളുടെ അതിശക്തം വോട്ട്. അതാണ് ജനാധിപത്യം ഡിസർവ് ചെയ്യുന്നത്, അതാണ് നമ്മളുടെ കേരളം ഡിസർവ് ചെയ്യുന്നത്. അപ്പോ ഈ വരുന്ന ഇലക്ഷന് എല്ലാവരും അതിശക്തം വോട്ടാണ് ചെയ്യേണ്ടത്. ഇതൊരു ക്യാമ്പയിൻ ആകണം, എല്ലാവരും ഇങ്ങനെ വോട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ ഇലക്ഷൻ ദിവസത്തിന് മുൻപും വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ അതിശക്തം വോട്ട് ചെയ്തു അല്ലെങ്കിൽ ചെയ്യും എന്നുള്ള പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഷെയർ ചെയ്യുക. ഞാൻ മാക്സിമം റീഷെയർ ചെയ്യാം. അപ്പോ തലമുറ മാറുകയാണ്. നമുക്ക് ഒരുമിച്ച് കേരളത്തെ എക്സലൻസിലേക്ക് നയിക്കാം, അതിശക്തമാക്കാം.